സിറിയക്കെതിരായ യുഎസിന്റെ മിക്ക ഉപരോധങ്ങളും നീക്കുന്നതിനുള്ള എക്സിക്യൂട്ടീവ് ഓർഡറിലാണ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് ഒപ്പുവെച്ചിരിക്കുന്നത്. സാമ്പത്തിക മേഖല അതുപോലെ വ്യാപാര മേഖലകളിലെ ഉപരോധങ്ങളൊക്കെ പിൻവലിച്ചിട്ടുണ്ട്. സിറിയയുടെ സെൻട്രൽ ബാങ്ക് അതുപോലെ സിറിയൻ ഗവൺമെന്റുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ ഇവരുടെ എല്ലാം ഉപരോധങ്ങൾ മാറ്റിയിരിക്കുകയാണ്. ചൊവ്വാഴ്ച മുതലായിരിക്കും ഡൊണാൾഡ് ട്രംപിന്റെ ഈ പുതിയ എക്സിക്യൂട്ടീവ് ഓർഡർ അനുസരിച്ചുള്ള ഈ ഉപരോധങ്ങൾ നീങ്ങുക. ഇതോടെ ഈ രാജ്യം പുനർനിർമ്മിക്കുവാൻ SK നേരത്തെ പറഞ്ഞതുപോലെ അമേരിക്ക നൽകിയ വാഗ്ദാനം പാലിക്കപ്പെടുകയാണ്. അത് മാത്രമല്ല, അന്താരാഷ്ട്ര ഈ സാമ്പത്തിക മേഖലയിൽ സിറിയ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അനുഭവിച്ച ഒറ്റപ്പെടലും അതിനൊക്കെ ഈ ഒരു ഉത്തരവോടുകൂടി മാറ്റമുണ്ടാകും. ഈ US ഉപരോധങ്ങൾ നീങ്ങിയതോടെ സിറിയയിലെ പുതിയ സർക്കാരുമായിട്ടുള്ള ബന്ധം ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം കൂടുതൽ ശക്തമാക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇത്. SK അൽ-ഖ്വയ്ദയുമായിട്ടുള്ള സിറിയൻ നേതാക്കളുടെ ചില ബന്ധങ്ങളെക്കുറിച്ച് US കോൺഗ്രസിനിടയിൽ തന്നെ ആശങ്കകളുണ്ട്. അതിന്റെ ഇടയിലാണ് ഡൊണാൾഡ് ട്രംപ് സിറിയയുമായിട്ടുള്ള അമേരിക്കൻ ബന്ധങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഈ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ കൊണ്ടുവരുന്നത്. SK നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ മെയ്യിൽ പശ്ചിമേഷ്യയിലേക്കുള്ള യാത്രയിൽ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് സിറിയൻ പ്രസിഡന്റ് അഹമ്മദ് അൽ ഷാറെ കാണുന്നത്. സിറിയൻ പ്രസിഡന്റിനെ പറ്റി ഡൊണാൾഡ് ട്രംപ് അന്ന് പറഞ്ഞത് വളരെ ശ്രദ്ധേയമായിരുന്നു. യങ്, അട്രാക്റ്റീവ് ആൻഡ് ടഫ് എന്നായിരുന്നു അദ്ദേഹത്തെ പറ്റി ട്രംപ് വിശേഷിപ്പിച്ചത്. SK 2011 സിറിയയിൽ ആരംഭിച്ച ആഭ്യന്തര കലാപത്തോടു കൂടിയാണ് സിറിയക്കെതിരെ അമേരിക്കയുടെ ഉപരോധങ്ങൾ വരുന്നത്. ഇപ്പോൾ പുനർനിർമ്മിക്കുവാൻ സിറിയയ്ക്ക് ഒരു അവസരമുണ്ട്, അതിനുള്ള അർഹതയുണ്ടെന്നാണ് ഡൊണാൾഡ് ട്രംപ് അന്ന് പറഞ്ഞത്. സൗദി അറേബ്യയിലെ റിയാദിൽ വെച്ചായിരുന്നു ഈ കൂടിക്കാഴ്ച. തന്നെയുമല്ല, സൗദി ഉൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങൾക്ക് ഈ ഉപരോധങ്ങൾ നീക്കുന്നതിൽ വലിയ പങ്കുണ്ട്. എന്നാൽ ഇപ്പോൾ റഷ്യയിൽ അഭയം തേടിയിരിക്കുന്ന സിറിയയുടെ മുൻ പ്രസിഡന്റ് ബാഷർ അൽ സാദിനും കൂട്ടാളികൾക്കും അതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റ്, ഇറാൻ തുടങ്ങിയവർക്കെതിരെയുള്ള ഉപരോധം തുടരുമെന്നാണ് വൈറ്റ് ഹൗസിൽ നിന്ന് കാരൻ ലെവിറ്റ് പറഞ്ഞിരിക്കുന്നത്. ഈ ട്രംപിന്റെ തീരുമാനം സിറിയയുടെ റീബിൽഡിങ്ങിനും അതുപോലെ അവരുടെ ഡെവലപ്മെന്റിനും ഒക്കെയുള്ള വാതിൽ തുറക്കുമെന്നാണ് സിറിയൻ വിദേശകാര്യ മന്ത്രി അസദ് അൽ ഷിബാനി പറഞ്ഞിരിക്കുന്നത്.